ഞാൻ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കുറേ മുമ്പ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെ ഡൗട്ടാണ് എൻ്റെ അടുത്ത് കുറേ കായുണ്ട് എന്നുള്ളത്. എന്നാൽ എൻ്റെ അടുത്ത് അത്ര കായൊന്നുമില്ല. നമ്മൾ സമ്പാദിക്കുന്ന പൈസ മാക്സിമം എന്ത് ചെയ്യുക, മാനേജ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചൊരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്ര ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും എല്ലാവർക്കും ജോലിയുണ്ട്, വരുമാനമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൊരു തെറ്റില്ല. ഇൻവെസ്റ്റേഴ്സൊക്കെ കായ്ക്കാരാണ് അല്ലെങ്കിൽ പണക്കാരാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഒരുപാട് നമ്മൾ സേവ് ചെയ്തിട്ടൊരു കാര്യമില്ല. എല്ലാവർക്കും സേവിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഡെയിലി കൂലിപ്പണിയാണെന്നുണ്ടെങ്കിൽ പോലും അന്ന് കിട്ടുന്ന പൈസേൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്യണം. എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രത്തിലൊക്കെ ഇട്ടേക്കുക, അങ്ങനത്തെ ഓരോ പരിപാടി നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ. പക്ഷേ ഈ ഒരു സേവിങ് ഒരു ലിമിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരം ഇല്ലാത്തൊരു സംഭവം. അതായത് സേവിങ്സ് ഉപകാരം ഇല്ല എന്നല്ല, ഒരു വർഷം എങ്ങനെ പോയാലും ഒരു ലക്ഷം രൂപ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ലക്ഷം എന്ത് ചെയ്യും, അവിടെ അതേപോലെ നിൽക്കുക ചെയ്യുക. ഇപ്പോൾ നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷം ചിലപ്പം 1,20,000 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 30,000 40,000 ഇങ്ങനെയൊക്കെ ആയിട്ട് വളരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾക്കും അറിയണ കാര്യമാണ്. വീഡിയോ കാണുന്ന ചിലവരോടൊക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരുടെ ഒരു പേടിയാണ് ഇൻവെസ്റ്റ് ചെയ്താൽ കുറേ പൈസ പോകും. ഇനി അതല്ല, ചില ആൾക്കാർ എന്നോട് പറഞ്ഞത് നമ്മളടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം പൈസ ഇല്ല എന്നുള്ളൊരു കാര്യം എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞത്. അത്യാവശ്യം വരുമാനമില്ല, പൈസ ഇല്ല, ഒരുപാട് ചിലവുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അതടക്കം ഇൻവെസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ നമുക്കുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക ചെയ്യുക. ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോസ് ഇടാം.